നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 1 കിലോ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. പോലീസിനെ ആക്രമിച്ച പ്രതി റിമാൻഡിൽ. വീണ്ടും റെക്കോർഡിട്ട് സ്വർണ്ണവില. സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില 77,800 രൂപയിലെത്തി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. 62ാം ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഘോഷയാത്ര. ഓണവിപണി ലക്ഷ്യമിട്ട് കായക്കുലകൾ വൻതോതിൽ അതിർത്തി കടന്ന് വിപണിയിലേക്ക് എത്തിത്തുടങ്ങി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ പന്തല്ലൂരിൽ നടത്തിയ ഓണം പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 1 കിലോ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. ഇരുമ്പപ്പെട്ടി സ്വദേശി മുഹമ്മദിനെയാണ് തൃശൂർ സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. പോലീസിനെ ആക്രമിച്ച പ്രതി റിമാൻഡിൽ. പണിയന്നൂർ തെക്കേത്തറ മാങ്ങോട്ടിൽ സ്വദേശി ബിനുവിനെയാണ് റിമാൻഡ് ചെയ്തത്. ഞായറാഴ്ച രാത്രി വീട്ടുകാരെയും അയൽക്കാരെയും ആക്രമിച്ച് അസഭ്യം പറഞ്ഞതിനു ശേഷം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. വീണ്ടും റെക്കോർഡിട്ട് സ്വർണ്ണവില. സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില 77,800 രൂപയിലെത്തി. പവന് 160 രൂപയാണ് വർദ്ധിച്ചത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 9,725 തിങ്കളാഴ്ച ഒറ്റയടിക്ക് കൂടിയത് 680 രൂപയാണ്. സംസ്ഥാനത്ത് വിവാഹ വിപണി സജീവമായ ഈ മാസത്തിൽ സ്വർണവില കൂടിയത് തിരിച്ചടിയായിട്ടുണ്ട്. നിലവിൽ GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് 1 പവൻ ആഭരണത്തിന് 84,500 രൂപയെങ്കിലും നൽകണം. വെള്ളിയുടെ വിലയും റെക്കോർഡിലാണ്. 1 ഗ്രാം 916 ഹോൾമാർക്ക് വെള്ളിയുടെ ഇന്നത്തെ വിപണി വില 131 രൂപയാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. 62ാം ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഘോഷയാത്ര. വിവിധ സമിതികളുടെ നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. 62ാം ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഘോഷയാത്ര. വിവിധ സമിതികളുടെ നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. നവജീവൻ വല്ലച്ചിറ, പ്രകാശ് ചാത്തക്കുടം, മഹാരസികൻ പിടിക്കപ്പറമ്പ്, യുവജന സമിതി മനവഴി, ടീം കോമ്പാറ, ചെറുശ്ശേരി സാന്റോസ്, വല്ലച്ചിറ എന്നിവയുടെ നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയെ ആകർഷകമാക്കി. കാലിക പ്രസക്തിയുള്ള ആവിഷ്കാരങ്ങളാണ് നിശ്ചല ദൃശ്യങ്ങളിൽ പ്രകടമായത്. മഹാരസികൻ പിടിക്കപ്പറമ്പ് 1ാം സ്ഥാനവും ടീം കോമ്പാറ 2ാം സ്ഥാനവും നേടി. പ്രകാശ് ചാത്തക്കുടം, സാന്റോസ് എന്നീ സമിതികൾ 3ാം സ്ഥാനം പങ്കിട്ടു. സംവിധായകൻ പ്രിയനന്ദൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് തൊമ്മി പിടിയത്ത്, കൺവീനർ PK നിഖിൽ, ജയരാജ് നടുവിൽ, വൈശാഖ് ഹെയ്ൻസ്, അഡ്വക്കേറ്റ് ശശിധരൻ, സുധാ നമ്പ്യാർ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഓണവിപണി ലക്ഷ്യമിട്ട് കായക്കുലകൾ വൻതോതിൽ അതിർത്തി കടന്ന് വിപണിയിലേക്ക് എത്തിത്തുടങ്ങി. ഇതോടെ കായയ്ക്ക് ഇത്തവണ വലിയ വിലക്കയറ്റമില്ല. നാടൻ കായയ്ക്ക് ന്യായമായ വില ലഭിക്കാത്തതിനാൽ വലിയ പ്രതിസന്ധി നേരിടുന്നതായി കർഷകർ പറയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കായക്കുലകൾ വിളവെടുക്കുന്നതും വിൽപ്പന നടക്കുന്നതും ഓണക്കാലത്താണ്. ഓണക്കാലം ലക്ഷ്യമിട്ടാണ് പ്രാദേശിക കർഷകർ വലിയ മുതൽ മുടക്ക് നടത്തി വൻതോതിൽ വാഴകൃഷി നടത്തുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലവും ഉൽപാദന ചെലവിന് അനുസരിച്ചുള്ള വില ലഭിക്കാത്തതിനാലും പ്രാദേശിക കർഷകർ പ്രതിസന്ധി നേരിടുകയാണ്. ഇതിനിടയിലാണ് അയൽ സംസ്ഥാനത്ത് നിന്ന് കായക്കുലകൾ കേരളത്തിലേക്ക് എത്തുന്നത്. തമിഴ്നാട്ടിലെ പുളിയൻപെട്ടി, മേട്ടുപ്പാളയം, പൊള്ളാച്ചി, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് തൃശൂരിലേക്ക് കായക്കുലകൾ വരുന്നത്. ദിവസവും ശരാശരി 10 മുതൽ 15 ലോഡ് വരെ ശക്തൻ മാർക്കറ്റിലേക്ക് മാത്രം എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇവയുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഇതിനിടയിലാണ് പ്രാദേശിക കൃഷിക്കാരുടെ നാടൻ കായക്കുലകളും മാർക്കറ്റിലേക്ക് എത്തുന്നത്.
വരവ് കായ ശക്തൻ മാർക്കറ്റിൽ 32 രൂപയ്ക്ക് ലഭിക്കും. നാടൻ കായയ്ക്ക് 50 രൂപയാണ് കിട്ടുന്നത്. ചങ്ങാലിക്കോടന് 85 മുതൽ 90 രൂപ വരെ വില ലഭിക്കും. ഉൽപാദന ചെലവിനനുസരിച്ച് വില ലഭിക്കാത്തതിനാൽ പ്രാദേശിക കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ ആകുന്നില്ല. പലരും കൃഷി ഉപേക്ഷിച്ചു പോയി. കൃഷി വകുപ്പിൽ നിന്ന് അർഹമായ സഹായങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന് നേന്ത്രവാഴ കർഷകർ പറയുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ പന്തല്ലൂരിൽ നടത്തിയ ഓണം പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് ഉദ്ഘാടനം ചെയ്തു. നന്ദിനി സതീശൻ അധ്യക്ഷയായി. ദിനേശ് വെള്ളപ്പാടി, എ. രാജീവ്, കെ. സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. യുവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 20 രൂപ കൂടി ഗ്രാമിന് 9,725 രൂപ, പവന് 77,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 1 കിലോ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. പോലീസിനെ ആക്രമിച്ച പ്രതി റിമാൻഡിൽ. വീണ്ടും റെക്കോർഡിട്ട് സ്വർണ്ണവില. സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില 77,800 രൂപയിലെത്തി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. 62ാം ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഘോഷയാത്ര. ഓണവിപണി ലക്ഷ്യമിട്ട് കായക്കുലകൾ വൻതോതിൽ അതിർത്തി കടന്ന് വിപണിയിലേക്ക് എത്തിത്തുടങ്ങി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ പന്തല്ലൂരിൽ നടത്തിയ ഓണം പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.